സന്ദീപ് വാചസ്പതി മണ്ടനായിക്കൊള്ളട്ടെ. സന്ദീപ് വാചസ്പതി മണ്ടനായാൽ ഈ രാജ്യത്തിനൊന്നും സംഭവിക്കാനില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മണ്ടനായാൽ ഈ രാഷ്ട്രം നാണം കെടും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഖത്തം. പൊട്ടനായിരുന്നു ഞാൻ. ഗയാ. ചില സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ശ്രീ രാജീവ് ചന്ദ്രശേഖരനും ആ കാര്യത്തിൽ സംശയം ഉണ്ടായിട്ടില്ലല്ലോ. ആ സെക്യൂരിറ്റി ലാപ്സ് എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളത് കൂടി ഇതിനകത്ത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്താ നിന്റെ ഉദ്ദേശം? ഈ തീവ്രവാദത്തിനെ നമ്മൾ അടിച്ചമർത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തുണ്ടായ സുരക്ഷാ വീഴ്ച അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന് എന്താണെന്ന് പരിശോധിക്കപ്പെടണമെന്നും അത് തിരുത്തണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? സ്വാഭാവികമായും ഏതൊരാക്രമണവും സുരക്ഷാ വീഴ്ച തന്നെയല്ലേ. ഈ രാജ്യത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള സർക്കാരുകളാണ് സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഒക്കെ ഉള്ളത്. നമ്മളുടെ വിഷയം ഇപ്പോൾ എന്താ? സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ സമ്മതിച്ചാൽ നിങ്ങളുടെയൊക്കെ പ്രശ്നം തീർന്നു. അതെങ്ങനെ ശരിയാവുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ശ്രീമാൻ റോബർട്ട് വദ്ര എന്താ പറഞ്ഞത്? ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ മോദി ഭരണത്തിന് കീഴിൽ അരക്ഷിതരാണ്, അവർ വീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? അത് ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ള ഭീകരാക്രമണം മോദിക്കുള്ള ഒരു മെസ്സേജ് ആണ് എന്ന് പറഞ്ഞ ഇയാളെ എന്താ ചെയ്യേണ്ടത്? ഈ രാജ്യത്തെ ഒരു കോൺഗ്രസ്സുകാരൻ 50 പൈസ കാലണ മെമ്പർഷിപ്പ് ഉള്ള ഒരു കോൺഗ്രസ്സുകാരന്റെ പോലും നാവ് പൊന്തിയില്ല. കള്ളപ്പന്നി. കാര്യം എന്താ? രാജകുമാരന്റെ അളിയനാണല്ലോ. രാജകുമാരന്റെ അളിയനെ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ പിന്നെ കോൺഗ്രസിൽ ഉണ്ടാകില്ല. റോബർട്ട് വദ്രയെ എതിർക്കാനുള്ള നട്ടല്ലൊന്നും ഇവന്മാർക്കൊന്നുമില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അതല്ലല്ലോ. മുംബൈ ആക്രമണത്തിന്റെ തൊട്ടു പിറ്റേന്നാളോ അല്ലെങ്കിൽ ഒരു 3 ദിവസത്തിനുള്ളിലോ അന്നത്തെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം ഞാൻ അയച്ചിട്ടുണ്ടല്ലോ. എന്താണ് അദ്ദേഹം പറയുന്നത്? വളരെ നിശ്ചിതമായി കോൺഗ്രസ് സർക്കാരുകളെ വിമർശിക്കുകയാണ്. നീ ഒന്നും പണയണ്ട. മിസ്റ്റർ അബിൻ വർക്കി, സാധാരണഗതിയിൽ ഔചിത്യം എന്ന് മലയാളത്തിൽ ഒരു വാക്കുണ്ട്. ഒരു രാഷ്ട്രം പ്രതിസന്ധി നേരിടുമ്പോഴല്ല ഇമാതിരി കാര്യങ്ങൾ ചോദിക്കേണ്ടത്. മനസ്സിലായോ? ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഈ നിൽക്കുന്ന മനുഷ്യനോടൊന്ന് പറയാം. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ സ്വാഭാവികമായും രാജ്യത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് പതിവാണ്. ഒരു ഭീകരവാദ ആക്രമണം ഉണ്ടായ സമയത്ത് അതിന് തെളിവ് ചോദിച്ച നിങ്ങളുടെ രാഹുൽ ഗാന്ധിയോടുള്ളൂ തലയ്ക്ക് വെളിവില്ലാത്ത മനുഷ്യൻ. രാഹുൽ ഗാന്ധിയോടുള്ളൂ തലയ്ക്ക് വെളിവില്ലാത്ത മനുഷ്യൻ. സന്ദീപ് വാചസ്പതിയെ പോലെ ഭൂലോക മണ്ടനാണ് ലോകത്തിലുള്ള എല്ലാവരും വിചാരിക്കണ്ട. ഒരു മാറ്റവും ഇല്ലല്ലോ. അല്ല, സന്ദീപ് വാചസ്പതി മണ്ടനായിക്കൊള്ളട്ടെ. സന്ദീപ് വാചസ്പതി മണ്ടനായാൽ ഈ രാജ്യത്തിനൊന്നും സംഭവിക്കാനില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മണ്ടനായാൽ ഈ രാഷ്ട്രം നാണം കെടും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഖത്തം. പൊട്ടനായിരുന്നു ഞാൻ. ഗയാ.